നമസ്കാരം. ഞാൻ വാസൻ പണിക്കർ, അയിലൂർ. നവരാത്രിയുടെ പ്രധാനപ്പെട്ട 6ാമത്തെ ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഇന്ന് ദേവി കാർത്യായനി ദേവിയുടെ ഭാവത്തിലാണ് ഉള്ളത്. വളരെ ശക്തിയാർന്നൊരു രൂപമാണ് ഈ 6ാം ദിവസം കാർത്യായനി ദേവിക്ക്. പണ്ട് കാർത്യായനൻ എന്നൊരു മഹർഷി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് അതീവമായൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ശ്രീ പാർവതി ദേവി അദ്ദേഹത്തിൻ്റെ മകളായി ജനിക്കണമെന്ന്. അതിനുവേണ്ടി സാക്ഷാൽ ശിവനോട് തപസ് ചെയ്ത് ഒടുവിൽ ശിവൻ പ്രത്യക്ഷനാകുകയും അദ്ദേഹത്തിൻ്റെ ആഗ്രഹപ്രകാരം ശ്രീ പാർവതി ദേവി അദ്ദേഹത്തിൻ്റെ മകളായി ജനിക്കുമെന്നും വരം കൊടുത്തു. അങ്ങനെ കാർത്യായനൻ മഹർഷിയുടെ മകളായിട്ടാണ് കാർത്യായനി ദേവി ജനിക്കുന്നത്. ദേവിയുടെ രൂപം എന്ന് പറഞ്ഞാൽ ത്രിനേത്രയാണ്. 3 കണ്ണോട് കൂടിയവളും ചതുർഭുജം 4 കൈയോട് കൂടിയവളും സിംഹത്തിൻ്റെ പുറത്തിരിക്കുന്നതായ ഒരു രൂപമാണ് കാർത്യായനി ദേവിക്ക്. ഇടത് കൈയിൽ താമരയും വാളും വലത് കൈകളിൽ അനുഗ്രഹമുദ്രയും ഉള്ള ദേവിയായിട്ടാണ്, ദേവി രൂപത്തിലാണ് ശ്രീ കാർത്യായനി ദേവി ഉള്ളത്. കാർത്യായനി ദേവിയുടെ പ്രത്യേകത എന്താ വെച്ചാൽ പ്രധാനമായിട്ടും കന്യകമാർക്കുള്ള ഒരു വരപ്രസാദം എന്ന് പറയാം. പ്രധാനമായിട്ടും കല്യാണം കഴിയാത്തവർക്കുള്ള ഒരു വരപ്രസാദിനിയായിട്ടാണ് കാർത്യായനി ദേവി കുടികൊള്ളുന്നത്. പ്രത്യേകമായിട്ടും നവരാത്രി സ്ത്രീകൾക്ക് കൂടുതൽ പ്രാധാന്യമുള്ള ദിനരാത്രങ്ങളാണ് കൂടുതലും. അതിൽ ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് കന്യകമാർക്കുള്ള ദിവസമാണ്. കല്യാണം കഴിയാത്ത കന്യകമാർ കാർത്യായനി ദേവിയെ നല്ല രീതിയിൽ പ്രാർത്ഥിച്ചാൽ, ഞാൻ പറയുന്ന പോലെ പ്രാർത്ഥിച്ചാൽ ഉറപ്പായിട്ടും അവരുടെ ദുഃഖങ്ങളെല്ലാം മാറും. അവരുടെ വിവാഹം ഏറ്റവും പെട്ടെന്ന് തന്നെ നടക്കും എന്നുള്ളതാണ് വിശ്വാസം. അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ പതിവ് പോലെ 5 തിരി നിലവിളക്ക് കത്തിക്കുക, കൂടെ ഒരു മൺചിരാതും കത്തിക്കുക. പ്രധാനമായിട്ടും ദേവിക്ക് സമർപ്പിക്കേണ്ടത് എന്ന് വെച്ചാൽ കൺമഷി ഉണ്ടല്ലോ, നമ്മുടെ കൺമഷി. ആ കൺമഷി ഒരു ഇലയുടെ പുറത്തോ അല്ലെങ്കിൽ ഒരു പാത്രത്തിൻ്റെ പുറത്തോ കൺമഷി വയ്ക്കുന്നത് വളരെ നല്ലതാണ്, പ്രധാനമായിട്ടും കന്യകമാർക്ക്. അതേപോലെ തന്നെ കല്യാണം കഴിഞ്ഞ സ്ത്രീകൾ പ്രാർത്ഥിക്കുക എന്ന് വെച്ചാൽ ഒരു കുങ്കുമച്ചെപ്പ്, അത് കുങ്കുമം നിറഞ്ഞതായിട്ടുള്ള ചെപ്പ്, നിറയെ കുങ്കുമമുള്ളൊരു ചെപ്പ് വാഴയിലയുടെ മുകളിലോ അല്ലെങ്കിൽ ഒരു പാത്രത്തിൻ്റെ മുകളിലോ വെച്ച് പ്രാർത്ഥിക്കുന്നതൊക്കെ വളരെ നല്ലതാണ്. പ്രത്യേകിച്ച് കല്യാണം കഴിയാനുള്ള സ്ത്രീകളൊക്കെ, കല്യാണം നടക്കാണ്ടിരിക്കുന്ന സ്ത്രീകളൊക്കെ ഇപ്രകാരം പ്രാർത്ഥിക്കുക എന്ന് വെച്ചാൽ ശീഘ്രം തന്നെ അവർക്ക് കല്യാണം ഉണ്ടാവും. അതേപോലെ തന്നെ ഇവരുടെ പ്രധാനമായിട്ടും ദുഃഖനിവാരണം പറയുന്നുണ്ട്. ദുഃഖനിവാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലുള്ള ദുഃഖങ്ങൾ ഉണ്ടാകുക, അതെല്ലാം ഇന്ന് പ്രാർത്ഥിക്കുന്നത് മൂലം ദുഃഖ നിവാരണം കാണുന്നുണ്ട്. പ്രധാനമായിട്ടും ചുവപ്പ് പൂക്കൾ ദേവിക്ക് നിവേദിക്കുന്നത് വളരെ ഉത്തമമാണ്. വിളക്ക് കൊളുത്തിയതിന് ശേഷം ഒരു 9 പ്രാവശ്യം ഓം ശ്രീ കാർത്യായനി ദേവിയെ നമഃ എന്ന് പറയുന്നത് വളരെ നല്ലതാണ്.